നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തി ശ്മശാനത്തിനടുത്ത് ആസ്ഥാന ഹക്കാനിയ റഹ്മാനിയ എന്നൊരു മജ്ലിസ്, ഒരു സൂഫി വര്യരുടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഷിയാക്കളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷിയാക്കളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അഹ്ലുസുന്നയുടെ ആശയമായിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് പുരോഹിതന്മാരുടെ ഒത്താശയോടുകൂടി നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പോരാഞ്ഞ് സമസ്തയുടെ മുസ്ലിയാക്കന്മാര് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് സംസാരിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉറൂസ്, നേർച്ച, ആണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷാദുലി DJ, കുത്താറാത്തീബ്, ബുർദ മജ്ലിസ്, അങ്ങനെ തുടങ്ങിയ മറ്റു ചില കാര്യങ്ങൾ. അങ്ങനെ പലതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് കൃത്യമായി ഷിയാക്കളിൽ പോയി എത്തുകയാണ്. സൂഫി തരീഖത്തുകാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും, എന്നാൽ അതിൽ തന്നെ കള്ളത്തരീഖത്തുകാർ വേറെയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട്. ഞങ്ങൾ ബറൈൽവികളാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ബറൈൽവികളാണ്, കാരണം ആ വഴി അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. हम भी बरेली हैं। नाराए तकबीर, नाराए रिसालत, नाराए तहकीक। ഈ രീതിയിലൊക്കെ പല പേരുകളും പറഞ്ഞുകൊണ്ട് ഷിയാക്കളുടെ വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പരസ്പരം മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളും നമുക്കറിയാം. ഏതാനും ചില വിഷയങ്ങളിലൂടെ ഞാനിങ്ങനെ കടന്നു പോവുകയാണ്. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞു വെച്ച മുദബ്ബിറുൽ ആലം വിഷയം നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ, അത് എവിടെയാണ് പോയി എത്തുക എന്ന്. അതുപോലെ തന്നെ CM സ്മരണികയിൽ നിന്നും അതുപോലെ തന്നെ പല മുസ്ലിയാക്കന്മാർ പറയുന്ന ക്ലിപ്പുകളും കാണിച്ചുകൊണ്ട് ഈ ഉള്ളവൻ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. മഹാന്മാർ അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്ന ഒരു വിഷയം. അത് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ, അതിന്റെ ഉറവിടവും ഷിയാക്കളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒക്കെ ഉറവിടം ഷിയാക്കളിൽ നിന്ന് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഇന്നെനിക്ക് ഒരു സഹോദരൻ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന പ്രദേശത്തെ ശ്മശാനത്തിനടുത്ത് എന്നാണ് അവർ പറയുന്നത് ഒരു പരിപാടി. എന്താണ് പരിപാടി? ആസ്ഥാനെ ഹക്കാനിയ റഹ്മാനിയ റബ്ബാനിയ നഗർ ഷൊർണൂർ എന്നൊരു ബോർഡ് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒരു മജ്ലിസാണ്, ഒരു സൂഫി വര്യന്റെ ആസ്ഥാനത്ത് നടക്കുന്ന ഒരു മജ്ലിസ് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കവാലി, അതുപോലെ തന്നെ പല കാര്യങ്ങളും, സുജൂദ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. അക്ബർ, അതുപോലെ അക്ബർ ഖാൻ, അങ്ങനെ പ്രഗത്ഭരായുള്ള ആളുകളാണ് ഇത് പാടുന്നത്. പാട്ടുകളൊന്നും ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഹാർമോണിയം, തബലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ അസ്ലംക്കൊക്കെ നല്ല അടിപൊളി വായനയാണ്. പാട്ട് കേട്ട ഇരുന്ന് പോകും. കവാലി ടൈപ്പുകൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അവിടുന്ന് എണീറ്റ് പോകാൻ തോന്നില്ല. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ലൈവ് കവാലിയാണ്. അടിപൊളിയായിട്ട് നല്ല രസമായിട്ടാണ് അത് കേൾക്കാൻ. അങ്ങനെ ഇരുന്ന് പോകും. പാട്ടാണ് നമ്മൾ ആസ്വദിക്കാൻ പോയത്, പാട്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. മറ്റു കാര്യങ്ങളോട് യോജിക്കാം വിയോജിക്കാം. പൈസ ഇങ്ങനെ മേലക്കിങ്ങനെ എറിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. നേരിട്ടിട്ട് പൈസ ഇങ്ങനെ എറിയുക, അതുപോലെ സുജൂദ് ചെയ്യുക, അതുപോലെ കയ്യും കാലൊക്കെ മുത്തമിടുക. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പക്ഷേ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ ഷാ ഖാദിരി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ, അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായി. അദ്ദേഹത്തിന്റെ ആണ്ടാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? ആ ആണ്ടിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ കവാലിയും ഡാൻസും കൂത്തും അതുപോലെ തന്നെ ഈ പണം വാരി എറിയുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നടക്കുന്നത്, ഈ അലങ്കരിച്ചതും ഒക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ്, ഒരു വ്യക്തിയുടെ കാല് പിടിച്ചു മുത്തുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകൻ കബീർ ഷാ ഖാദിരി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അങ്ങനെ ആ കബീർ ഷാ ഖാദിരിയുടെ കാല് പിടിച്ച് മുത്തുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും ചെയ്യുന്നുണ്ട്.
ഇത് ഖാദിരിയ തരീഖത്ത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ ഇല്ലയോ എന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഈ പറയുന്ന ആളുകളുടെ ആ മുരീദന്മാര് നിങ്ങൾ കണ്ടല്ലോ, പച്ച ഷാളിട്ടത് ഖലീഫമാരാണ്. ഇവരുടെ ആ കാല് പിടിച്ച് മുത്തതും കൈ പിടിച്ച് മുത്തതും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ്, ഇവരുടെ ഖലീഫമാരാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ഒരു സിസ്റ്റം ഇത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ കേരളത്തിന്റെ പുറത്ത് പല സ്ഥലത്തും ഈ രീതിയിലുള്ള കോലം കെട്ടിയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വീഡിയോകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കവാലിയും സംഭവങ്ങളൊക്കെ പല വീഡിയോകളിലും നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കുറച്ച് നാളെ മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു പഹയൻ, യൂട്യൂബ് ഹാജി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സാധനം, അദ്ദേഹം ഒരു ഹജ്ജ് യാത്രേന്റെ ഇടയിൽ ഒരു ജാറത്തിന്റെ മുറ്റത്തേക്ക് എത്തുകയും അവിടെ വെച്ച് ജാറത്തിന്റെ ആളിങ്ങനെ ഇതാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ആശീർവാദം നൽകുന്ന സമയത്ത് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ ഒരു രംഗം നമുക്കൊന്നുകൂടി കാണാം. मिटते हुए सभी रंजो अलम देखा ख्वाजा करम फरमाइए मौला इसकी मुसीबत क्या हो गया बेटा, क्या तकलीफ है तेरी? ख्वाजा करम करेंगे, मौला सब मुश्किल आसान करेंगे। यहाँ दुआ हम ही करता है। ख्वाजा का कंगल, ख्वाजा का मक्कड़ है इधर, समझा? ख्वाजा का दरबार है इधर, हम ही दुआ करता है। दुआ करो नहीं तो जाओ इधर से, चल आजा बेटा आजा, भाग जाओ चल। കണ്ടില്ലേ സഹോദരങ്ങളെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ആവുന്നത്. അവിടെ ആ ഇരിക്കുന്ന പൂജാരിയുടെ വേഷം കണ്ടോ? മനസ്സിലായല്ലോ? ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുകയാണ് പല കോലത്തിൽ. ഇപ്പോ ഇതൊരു ഖാദിരിയ തരീഖത്ത്, ഇപ്പൊ പറയും അത് ഇങ്ങനെ കള്ളത്തരീഖത്ത് കുറെ ഉണ്ട്. എന്ത് കള്ളത്തരീഖത്താലും ഈ ഒറിജിനൽ തരീഖത്ത് എന്ന് നിങ്ങൾ പറയുന്ന എന്തൊക്കെ തരീഖത്തുകളുണ്ടോ ആ തരീഖത്തും ഒക്കെ ബടക്ക് തന്നെയാണ്. ഇസ്ലാമിൽ ഒറ്റ തരീഖത്തേ ഉള്ളൂ. അത് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആ ഒരു രീതി. അതല്ലാത്ത നിങ്ങൾ ഇനി ഏത് പുരോഹിതന്റെ പേര് പറഞ്ഞാലും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. സൂഫി തരീഖത്തുകൾ എന്ന് പറഞ്ഞ് കുറെ ചട്ടനും പൊട്ടനും പല കോലങ്ങളിലുള്ള പല രൂപത്തിലുള്ള പല തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ അതിനൊക്കെ അങ്ങനെ അതിന്റെ മുരീദായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുക, സന്യാസിമാരെ പോലെ ജീവിക്കുക, അതാണ് സൂഫിസം. മനസ്സിലായല്ലോ? ഈ ചെത്രിമിത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചൊക്കെ പേര് പറയുന്നത് കാണുന്നല്ലോ. നിസ്കരിച്ചിട്ടും ഉമ്മന്റെ അടുത്തും പോലില്ല, വാപ്പന്റെ അടുത്തും പോലില്ല, മക്കളെ പെങ്ങന്മാരുടെ അടുത്തും പോലില്ല. ഇബാദത്തെടുത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ ഓന്റെ അടിമയാണ് എന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് പവർ നേടിയ മഹാന്മാരെ ഇവര് വലിയ പണക്കാരാണ്, ഇവര് വലിയ മുതലാളിമാരാണ്. ദുന്യാവും ആഖിറവും ആർക്കും എത്രമാണെങ്കിലും കൊടുക്കാൻ ല്ലേ പറഞ്ഞല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? മഹാന്മാരുടെ അവരുടെ സഹായത്തിന് അവരുടെ മദതിന് പരിധിയില്ല. തന്നെ പല ബന്ധങ്ങളുമില്ല, സ്വന്തം ഉമ്മയോ ഉപ്പയോ ആയിട്ട് ബന്ധമില്ല, അങ്ങനെ എന്തെല്ലോ പറയുന്നത് മുസ്ലിയാക്കന്മാരെന്നെ പറയുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പലതും ഓർമ്മ വന്നിട്ടുണ്ടാവും, പലതും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ രീതിയിൽ പല കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം കൊണ്ടുവന്നു. ഇതൊക്കെ പറയുമ്പോൾ അതിനൊന്നും ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, നമുക്ക് കേരളത്തിന്റെ മണ്ണിൽ ഈ പുരോഹിത വർഗം ഇറക്കുമതി ചെയ്ത പല നേർച്ചകളും സംഭവങ്ങളും ഒക്കെ ഒന്ന് ആദ്യം കാണാം. അല്ല, പുതിയാപ്പണ്ട അറ പോലെ ഉണ്ടല്ലേ കാണുമ്പോ? ഇതൊക്കെ ഭയങ്കര മതസൗഹാർദ്ദമാണ്. ജാറം എങ്ങനെയാണോ ഉണ്ടാകുക അതേ രൂപത്തിലുള്ള ഒരു സംഭവമാക്കി അതിന് മുല്ലപ്പൂവൊക്കെ ഇട്ട് ഹൈന്ദവരുടെ ഉത്സവത്തിന്റെ അതേ പ്രതിനിധീകരിക്കുന്ന രീതി ചെണ്ടമേളങ്ങളും വാദ്യങ്ങളും അതുപോലെയുള്ള ആനയും അമ്പാനയും ഒക്കെ ആയിട്ടാണ് ഈ രീതിയിലുള്ള കലാപരിപാടി അരങ്ങേറുന്നത്. അത് കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തത് ഭീമാപ്പള്ളി ജാറത്തിലേക്ക് പോകാം. ഭീമാ ബീവിയും മകൻ മാഹീൻ അബൂബക്കർ വലിയും കല്ലടി മസ്താൻ ബാവയും വളരെ പ്രസിദ്ധരാണ്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒരുപാട് മനുഷ്യർ അണയുന്നൊരിടം. അങ്ങ് അറേബ്യയിൽ നിന്ന് അണഞ്ഞതും വൈദ്യശാസ്ത്രവും ശുശ്രൂഷയും. കണ്ടില്ലേ? ഇനി വേറൊരു രംഗം ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ. നല്ല തലയിൽ കെട്ടിട്ട് മുസ്ലിയാക്കന്മാരുണ്ട്.
സ്ത്രീകളൊക്കെ ഉണ്ട്, ആണും പെണ്ണൊക്കെ ഇടകലർന്നിട്ടാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. സഹോദരങ്ങൾ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ദഫും കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ മറ്റേതിന്റെ ബാക്കിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ആ രംഗം ഒന്ന് കാണാം. കണ്ടോ ഡാൻസ്? മറ്റൊരു രംഗം കാണാം. അവിടെയും സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. സഹോദരങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു വിടുകയാണ്. എന്താ വെച്ചാൽ കുറച്ച് ക്ലിപ്പുകൾ ഇനിയും കാണിക്കാനുണ്ട്. ഇത് സമസ്തക്കാരുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. ചില മുസ്ലിയാക്കന്മാർ പറയുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. മനസ്സിലായല്ലോ സഹോദരങ്ങൾ? ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുത്താറാത്തീവാണ്. കുത്താറാത്തീവ് നടക്കുന്നത് അമ്പലത്തിലാണെന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലുള്ള ചില രംഗങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു പുരോഹിതൻ കത്തിയെടുത്ത് വയറിന് ഇങ്ങനെ കുത്തുന്നു, അതിൽ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ പല സംഭവങ്ങളും ഉണ്ട്. നമുക്കതൊന്ന് കാണാം. അമ്പലമാണെന്ന് തോന്നി. ഇതൊക്കെ ഷിയാക്കളതാണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാനിവിടെ കാണിക്കുന്ന പല വീഡിയോകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഏത് ടീമിന്റേതാണ് എന്ന്. അതുപോലെ തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. അതൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. ഇതൊക്കെ സമസ്ത ഷിയാക്കളിൽ നിന്ന് തന്നെയാണ്. ഇത് ഹൈന്ദവ ഇതുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ സംഭവം തന്നെയാണ്. അതിലേക്ക് ഇവരുടെ ഈ പറയുന്ന പൂജ അങ്ങോട്ടേക്ക് കടത്തിയെന്ന് പുരോഹിതനാണെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ നിരവധി കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കുത്താറാത്തീവ് പോലെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഷിയാക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. ഈ പറയുന്ന കലാപരിപാടികളൊക്കെ അവർക്ക് തന്നെയാണുള്ളത്. മുഹറമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പല കാര്യങ്ങളും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഷാദുലി ഡീജ കാണാം. അതും ഷിയാക്കളിൽ നിന്ന് തന്നെയാണ്. ഷാദുലി ഡീജയുടെ ചില രംഗങ്ങൾ കാണാം. ഇത് വേറൊരു രംഗം. സഹോദരങ്ങൾ, ഇതുപോലുള്ള നിരവധി വീഡിയോകൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു പോകാം എന്ന രീതിയിൽ മാത്രം ഏതാനും ചില വീഡിയോകൾ മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് വീഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലുള്ള. നമുക്ക് സമസ്ത മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ ചില രംഗങ്ങൾ കാണാം. ഇപ്പോ ഞാനിത് കാണിക്കുമ്പോൾ അത് കള്ള തരീക്കത്തിന്റെ ആൾക്കാരാണ്, അവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറും. പക്ഷെ ഇതൊക്കെ കേരളത്തിന്റെ മണ്ണിലേക്ക് വരാനുള്ള കാരണക്കാരാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ തന്നെ ഞങ്ങൾ ഇത് കെട്ടിത്തരും. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല. ഒരു മുസ്ലിയാർമാർക്കും ഒരു സംഘടനക്കാർക്കും സമസ്തയുടെ ഒരു സംഘടനക്കാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എല്ലാവരും ഇതിൽ പ്രതികൾ തന്നെയാണ്. മനസ്സിലായല്ലോ? ഇത് ഈ ഷിയാക്കളുടെ ഒരു വാദം നമുക്ക് സമസ്ത മുസ്ലിയാക്കന്മാരിലൂടെ കാണാം. صلى الله عليه وآله يقول 4 هذول النظر إليهم عبادة. النبي صلى الله عليه وآله يقول والرابع النظر إلى وجه علي عبادة. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇപ്പോൾ ആ ഒരു പുരോഹിതൻ അഷിയ നേതാവ് പറയും നമ്മൾ എന്താണ് കേട്ടത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണ് എന്നാണ്. ഇനി അതേ കാര്യം നമ്മൾ കേരളത്തിലുള്ള ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അലിയായ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കേട്ടില്ലേ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എന്തായി കേൾക്കുന്നത്?
അലിയാരെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. കേരളത്തിൽ നല്ലൊരു ഭാഗം പത്രപ്രവർത്തകന്മാരുൾപ്പെടെ ഈ ആശയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ജലീല് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. ഇനി സഹോദരങ്ങളെ, ഈ ഷിയാക്കളുമായി സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ബന്ധമുണ്ടോ ഇല്ലയോ ഒരു പുരോഹിതൻ പറയും, നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ജലീല് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം, പത്രപ്രവർത്തകനായതുകൊണ്ട്. പച്ചയില് ഉൾപ്പെടെയുള്ളവരെ ലയനത്ത് ചെല്ലുന്ന ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ളവരുടെ ഇടയിൽ അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ പ്രസംഗിക്കാൻ നടക്കുന്ന ഒരു ഹംസ ഉണ്ടല്ലോ, സൂഫിയായിട്ട് പ്രസംഗിക്കാൻ നടക്കണേ, ഓനൊക്കെ നല്ല 1-ാം നമ്പർ ഷിയക്കാരനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ വ്യഭിചാരോപണം വരെ നടത്തി മലയാളത്തിൽ. പക്ഷേ പാതിരടച്ചിട്ട് ഓനൊറ്റ കൊള്ളൂ എന്ന് ഉറപ്പ് വരുത്തിക്കണ്ടേ പറയുള്ളൂ. പുറത്തുനിന്നാ നമ്മളൊക്കെ മനുഷ്യർക്ക് കുറെ ഔലിയാക്കന്മാരെ കഥയും ചരിത്രമാണ് പറയാം. ഇപ്പോഴും മറ്റൊരു കുറച്ച് തോന്നുന്നു നമ്മളാളുകൾ നേരത്തെ ഒഴിവാക്കി. അപ്പൊ ഒരാളല്ല കേരളത്തിൽ മൊത്തം നടക്കുന്നത്. അപ്പൊ അതിന് ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഷിയ എന്ന പേരിൽ ഏതായാലും ഇവിടെ വിജയിക്കൂല. അതിനാണ് ഈ ത്വരീഖത്തിന്റെ പേരിൽ വരുന്നത്. കേട്ടില്ലേ സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് വ്യക്തമല്ലേ? ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ്, ഞാൻ അതാ നേരത്തെ തുടക്കത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി കാരണം, ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് ഷിയായിസം തന്നെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കേട്ടത് എന്താണ്? ഒരു ഷിയ നേതാവ് പറയുന്ന അതേ കാര്യം തന്നെ റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ഇ കെ സമസ്തയുടെ നേതാവിൽ നിന്ന് കേൾക്കുകയാണ്. അതിനെക്കുറിച്ച് AP സമസ്തയുടെ ഒരു മുസ്ലിയാരാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ഈ രീതിയിൽ പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സി ഹംസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പക്കാ ഷിയയാണ് എന്നാ പറയുന്നത്, പക്കാ ഷിയ നേതാവാണെന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് സമസ്തയിൽ വലിയ സ്വാധീനമാണ്. അതുപോലെ തന്നെ പല വിഷയങ്ങളും ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഈ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന സി ഹംസയുടെ ഒക്കെ വാദം എന്താണ്? ആയിഷ റളിയല്ലാഹുവിന്റെ പേരിലൊക്കെ വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ട്. ഇവർ ഖലീഫമാരുടെ പേരിലൊക്കെ പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാമല്ലോ. ഇങ്ങനെ ഷിയാക്കളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പല പേരുകളും ഇട്ടുകൊണ്ട് സമൂഹത്തിലേക്ക് പുരോഹിതന്മാർ അഹ്ലുസുന്നയുടെ പേരും പറഞ്ഞ് സമസ്താലയത്തിന്റെ സ്റ്റേജിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ചില്ലറ കാര്യമല്ല. ഇതൊക്കെ ചില മുസ്ലിയാക്കന്മാർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ചില മുസ്ലിയാക്കന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേവലം വെറുതെ ഞാൻ എന്റെ വക ആരോപിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉസ്താദ് തന്നെ പറയുന്നത് കണ്ടില്ലേ? കേരളത്തിൽ ത്വരീഖത്തിന്റെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ത്വരീഖത്തിന്റെ കാര്യം, ഈ ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഈ പുരോഹിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആയത്തുള്ള ഖുമൈനി ഷാ പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ലോകത്തുള്ള ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ച് കൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ്, കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാ. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ. ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാ. എവിടെ നോക്കിയാലും ബഹ്റൈനിൽ ഉണ്ടായത് അതാണ്, യമനിലുണ്ടായത് അതാണ്, ഇപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്ത് വരാം. ഇനി അങ്ങനെ നടക്കൂലല്ലോ നമ്മളെ നാട്ടിലൊന്നും. നമ്മളൊക്കെ മതേതര രാജ്യമല്ലോ. ഇവിടക്ക് പറ്റിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ അഡ്രസ്സിലാണ് സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇനി നമ്മൾ സഹോദരങ്ങൾ ഇപ്പോൾ നേരത്തെ എന്താണ് റഹ്മത്തുള്ള കാസിമി ഒരു ഷിയ നേതാവ് പറയുന്ന അതേ വാദം പറയുന്നത് കണ്ടല്ലോ. അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ അത് ഇബാദത്താണ്, നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണെന്ന് പറഞ്ഞല്ലോ. അതേ കാര്യം തന്നെ മറ്റൊരു മുസ്ലിയാരുടെ പേര് നിരവധി വീഡിയോകളുണ്ട്. ഞാൻ വേറൊരു മുസ്ലിയാർ പിന്നെ സുലൈമാൻ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ കൂലി കിട്ടുമെന്ന് പറയുന്ന ഒരു രംഗം കാണിച്ചു തരാം. ഇന്നത്തെ വേദിയിൽ നമുക്ക് അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുലൈമാൻ ഉസ്താദ് സാധാരണ ഒരു വ്യക്തിത്വമല്ല. നമുക്ക് അല്ലാഹു തആല അനുഗ്രഹിച്ചു തന്ന നേതൃത്വങ്ങളാണ് അവരൊക്കെ. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ തന്നെ കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ.
നിഷ്കളങ്കമായ മനസ്സിന്റെ ഉഹ്രവിയായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരെടുത്തുണ്ട്. നമ്മളൊക്കെ ഓരോ തെരീഖത്തും മറ്റുമായി ബന്ധപ്പെട്ട് അവിടേക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൂടെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാര് അവരൊക്കെ ഒരുപാട് തെരീഖത്തിന്റെ മശായിഖമാരാ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ ഉസ്താദിന്റെ അടുത്തിലുണ്ട്. ആവശ്യക്കാർക്ക് പോയാൽ കിട്ടും, പോകേണ്ടതുപോലെ പോയാൽ കിട്ടേണ്ടതുപോലെ കിട്ടും. കേട്ടില്ലേ? നമ്മൾ ഈ പല തരീഖത്തിന്റെ അടുത്തേക്കും പോകണ്ട, ഇവരൊക്കെ തരീഖത്തിന്റെ മശായിഖന്മാര് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നമ്മൾ പോകണം. അവരിൽ ഇരിക്കുന്നത് നമുക്ക് പലതും കിട്ടാനുണ്ട് എന്നൊക്കെയാണ് ഈ പുരോഹിതന്മാർ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഇയാളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പല ആളുകളെ കുറിച്ചും ഇത് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഇതേപോലെയുള്ള വാദങ്ങൾ. കാന്തപുരം ഒരാളുടെ വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞാൽ അയാള് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ലേ? ഉള്ളത് അപ്പം മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. മൂപ്പര് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. പടച്ചോനെ, AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. എന്താ മൂപ്പര് ദ്വാരക്കണത്? AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. ഉപ്പാപ്പ എന്താ ഇങ്ങനെ ദ്വാരക്കണത്? അപ്പൊ പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ AP ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. അത്രയധികം യതീമക്കളെ വാപ്പയാണ് ഉസ്താദ്. അത്രയധികം അഹ്ലു ബൈത്തിന് മഹബത്ത് വെച്ച ആളാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ഉസ്താദ് ദുആർന്നാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്. അതുപോലെ തന്നെ ചിത്തരിമീതൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും പലതും പറഞ്ഞിട്ടില്ലേ? ഈ കണ്ണ് എവിടുന്ന് കിട്ടിയ കണ്ണ? അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണ. അതുകൊണ്ട് ഇവിടുന്ന് ഓറ പേരിൽ ഫാത്തിഹ ഓതിയാൽ അത് കേൾക്കാനുള്ള കാത് ഓറ് പടച്ചോനിൽ നേടിയിട്ട് പടച്ചവനിൽ ലയിച്ചിട്ട് ഉണ്ടാക്കിയ കഴിവാണ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അഡ്രസ്സ് തപ്പി പോയി കഴിഞ്ഞാൽ നേരത്തെ മറ്റേ ഉസ്താദ് പറഞ്ഞല്ലോ എന്നത് ആ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. അതൊക്കെ ഷിയാക്കളിൽ തന്നെയാണ് പോയി എത്തുക. ഷിയാക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അഹ്ലുസുന്നയുടെ പേരും പറഞ്ഞ് സമസ്ത പുരോഹിതന്മാരിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ ഇൻജക്ട് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് മുസ്ലിയാക്കന്മാര് തന്നെ പറയുന്ന രംഗങ്ങൾ കാണാം. ഒരു ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000-കണക്കിന് ആളുകളെ അതിലേക്ക് ആകർഷിച്ചു. ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം എന്നാ ഞാൻ പറഞ്ഞ എപ്പോഴും സമയം അതാണ്. ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ അത് നടക്കേണ്ട സുനികളുടെ ഉണ്ട്. അധാരണ ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ അവിടെ കൊണ്ടോട്ടി തങ്ങന്മാര് എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവശ്യ ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും താൽക്കാർ ഷാഹായിരുന്നു. ഇത് തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാര് ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ശേഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പറ്റി ചെറുപ്പക്കാരുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നൈസാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാര്. ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പുകെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10ന്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. സഹോദരങ്ങൾ, എന്താണ് ഇപ്പോൾ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞത്? മജൂസികളുടെയും ജൂതന്മാരുടെയും ആശയങ്ങൾ, ആദർശങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ ഷിയാക്കളിലേക്ക് വരികയും
ഷിയാക്കളിലൂടെ അത് സൂഫികൾ വഴി ഈ പറയുന്ന സമസ്താലയത്തിലേക്കൊക്കെ ചേക്കേറിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നേരത്തെ റഹ്മത്തുള്ള കാസിമി പറയുന്ന ഒരു രംഗം നമ്മൾ കണ്ടല്ലോ. എന്നതുപോലെ പല വിഷയങ്ങളും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായും വ്യക്തമായും ഇതൊക്കെ പുരോഹിതന്മാർ അഹ്ലുസുന്നയുടെ പേരും പറഞ്ഞ് ഈ സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ചെയിൻ വലിച്ച് കുലുക്കി കഴിഞ്ഞാൽ അതൊക്കെ പോയി ചേരുക ഷിയാക്കളിലേക്കാണ്, ജൂതന്മാരിലേക്കാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ട പല കാര്യങ്ങളും അത് തന്നെ നിങ്ങൾ പലതും പരിശോധിച്ച് നോക്കിക്കോ. അതൊക്കെ ചെന്നെത്തുക ഷിയാക്കളിലേക്കാണ്, അതുവഴി ജൂതന്മാരിലേക്കാണ് അതൊക്കെ എത്തുക. ഇതൊക്കെ അഹ്ലുസുന്നയുടെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റൊരു മുസ്ലിയാർ പറഞ്ഞല്ലോ, എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷിയാക്കളുടെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാൽ ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സുന്നത്ത് ജമാഅത്താണ്, അഹ്ലുസുന്നയുടെ ആശയമാണ് എന്ന രൂപത്തിലാണ് പുരോഹിതന്മാർ ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ വലിയ വലിയ മഹത്വങ്ങളാ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിരവധി കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ഉസ്താദിൽ മാത്രം ഒതുക്കണ്ട, നമുക്ക് നജീബ് മൗലവി പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം. കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട്. ആ ഷിയാക്കള് കൂട്ടം കൂടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വളരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു. അക്കൂട്ടത്തിൽ പണ്ടൊന്നുമില്ലാത്ത മുഹറം 10 ചില സംഗമങ്ങൾ ഉണ്ടാക്കി. ആ സംഗമങ്ങളിൽ നമ്മളെ ഏട്ടിലും സെബീനിലും ഒക്കെ തന്നെയാണ് ചെല്ലുന്നത്. അതിലൊന്നും വലിയ മോശമൊന്നുമില്ല. സെബീനിലും ഏട്ടിലും കുറെ മുഹറം 10 ചെല്ലാനുള്ളത് അതൊക്കെ ചൊല്ലി കൊടുക്കാനാണ്. പക്ഷേ അത്തരം സംഗമങ്ങളൊക്കെ മുഹറം 10 എന്നുള്ള നിലക്ക് ഒരു ആചരണം എന്ന രീതിയിൽ ഒരു ആചരിക്കുന്നതിലേക്ക് കൂട്ടിയാല് അത് ഷിയാക്കളുടെ ആ ലൈനിലേക്ക് ഉമ്മത്തിന് സന്ദേശം നൽകുന്നതും ഉമ്മത്തിനെ ആ വഴിയിലേക്ക് ആനയിക്കുന്നതും അനധിവിദൂര ഭാവിയിൽ അത്തരം ദുഷ്ടചിന്തകളുള്ള ആളുകളൊക്കെ ഈ ആചരണത്തെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി നടത്താറുള്ള ആചരണമാക്കി പരിവർത്തിപ്പിക്കാനൊക്കെ വഴിയുണ്ട്. ചെല്ലാനും പറയാനൊക്കെ ഉള്ളത് പണ്ടത്തെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ച് സ്വന്തമായി ചൊല്ലുകയോ അല്ലെങ്കിൽ മക്കളും കുട്ടികളെ ഇരുത്തിങ്ങാണ്ട് ചൊല്ലുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. അതൊരു സമ്മേളനം കൂടിയിട്ടോ ഒന്നിച്ചാക്കിയിട്ടോ ഒരാചരണത്തിന്റെ രീതിയിലേക്ക് പോകുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നേർക്ക് നേരെ AP സമസ്തയിലുള്ള ഖലീൽ ബുഖാരി എന്ന് പറയുന്ന മുസ്ലിയാർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നജീബ് മൗലവി വിഷയം സംസാരിച്ചിട്ടുള്ളത്. മുഹറം 10 പ്രത്യേക രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ, ഷിയാക്കളിൽ നിന്നാണ് വന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിന് മറ്റു ചില രംഗങ്ങൾ മേമ്പൊടികൾ ചേർക്കുകയാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പിന്നീട് ഘട്ടം ഘട്ടമായി അവരിലേക്ക് തന്നെ അത് പൂർണ്ണമായി മടങ്ങുകയും ചെയ്യും. ഒറ്റയടിക്ക് ഷിയാക്കളുടെ അതേ രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ആ മാനസിക രോഗി തീജാനി തരീഖത്തുമായി വന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി അത് പൊളിച്ചടക്കി കയ്യിലങ്ങ് കൊടുത്തു. അപ്പോൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർക്ക് പോലും അത് ബോധ്യപ്പെട്ടു. പിന്നെ റഹ്മത്തുള്ള കാസിമിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവര് സമസ്താലയത്തിലെ ആളുകൾ തൽക്കാലം എടുത്ത് പുറത്തേക്കിടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത പരിപാടി ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ഇബ്നു അബ്ദുൽ വഹാബ് അവിടെ ഒരുപാട് സുന്നികളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കള്ള മഹ്സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളൻ എഴുതി വെച്ച പുസ്തകങ്ങളും അതുപോലെ തന്നെ കള്ളക്കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തി. എന്തിനാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തീജാനി തരീഖത്തിന് വിലങ്ങുതടിയായി സെലഫികൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സെലഫികളെ ബടക്കാക്കാം. അപ്പോൾ സ്വാഭാവികമായും സെലഫികൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് AP സമസ്തക്കാരും EK സമസ്തക്കാരും അങ്ങനെ തുടങ്ങി ഒരുപാട് കള്ളത്തരീഖത്തും അല്ലാതെയുമായിട്ടുള്ള ഒരുപാട് സമസ്തക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇത് ഏറ്റെടുക്കും. അതിലൂടെ ഇദ്ദേഹത്തിനുള്ള സ്വാധീനം വർദ്ധിക്കും. പിന്നീട് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്ത് സജീവമായി വന്നത്. പക്ഷെ അദ്ദേഹം വിചാരിച്ച റൂട്ടിലേക്ക് അത് കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. പല വിഷയങ്ങളും അദ്ദേഹം ഇപ്പോഴും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇനി നമുക്ക് നജീബ് മൗലവിന്റെ സംസാരം കേട്ടല്ലോ. ഇനി നമുക്ക് കാന്തപുരത്തെ കുറിച്ച് നൗഷാദ് ഹസനി പറയും, നമുക്കൊന്ന് കേൾക്കാം. സമസ്ത പണ്ഡിത സമ്മേളനം എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി തന്നെ വന്നതാരായിരുന്നു? നിങ്ങളൊന്ന് നോക്ക്. അത് തന്നെ മതിയല്ലോ, കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. അതിന്റെ ഉദ്ഘാടകൻ ഒന്ന് കൊണ്ടുവരും. ആരെ?
സമസ്തയുടെ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ ഒരു സെമിനാർ അല്ല. അതാണെങ്കിൽ തന്നെ പറ്റില്ല, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് 25,000 ആളുകൾ, അവരുടെ ഭാഷയിൽ പറയാം, ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അതാരായിരുന്നു? ലോകത്തിൽ അറിയപ്പെട്ട ഷിയാ വിശ്വാസക്കാരൻ. നിങ്ങൾ നോക്ക്. എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ സമസ്ത എന്ന് വന്നു എന്നതാണ് തെളിവ് സമസ്തയാണ് എന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ നിന്നാണ് നമ്മൾ നോക്കിയത്. അതിനാണ് വിശദീകരണം കിട്ടേണ്ടതും. ആരാണ് ഉദ്ഘാടകൻ? അത് നേരത്തെ പേരോട് തന്നെ വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേരത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്ത്? സമസ്ത സമ്മേളനം അഹ്മദ് അൽ ഖുബൈസി ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഈ അഹ്മദ് അൽ ഖുബൈസി? അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഒരു പണ്ഡിത സമ്മേളനം നടത്തിയപ്പോഴാണ് അത് അവലോകനം ചെയ്യണമെന്ന് നമുക്കും നിർബന്ധമായത്. കാരണം ഇതാരെങ്കിലും പറയാതെ പോയാൽ ഇതൊരു വലിയ അബദ്ധമായി ഇവിടെ നിലനിൽക്കും. കാരണം ഇയാൾ ആരാണ്? എല്ലാവർക്കും അറിയുന്ന ആളാണ്, അറിയാത്ത ആളൊന്നുമല്ല. കാരണം ഇപ്പോ ഒരാളെ സംബന്ധിച്ച് നമുക്ക് പഠനം നടത്താൻ കൂടുതൽ പണിയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്ത് നമുക്ക് ഏതൊരാളെയും കണ്ടെത്താൻ പറ്റും. അഹ്മദുൽ ഖുബൈസി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഒന്ന് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു, കടുത്ത ഷിയാ വിശ്വാസം. ഷിയാക്കളുടെ വാദം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഷിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. കേട്ടിലെ സഹോദരങ്ങളെ, സമസ്താലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന, അതും AP സമസ്തയിൽ തന്നെ ഉണ്ടായിരുന്ന നൗഷാദ് ഹസനിയാണ് ഇത് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംസാരമാണ്. സമസ്തയുടെ പണ്ഡിത സമ്മേളനം അത് പ്രത്യേകം അടിവരയിടണം. അത് പ്രത്യേകം നൗഷാദ് ഹസനെ അടിവരയിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? മറ്റെന്തെങ്കിലും പ്രോഗ്രാം അല്ല, സമസ്തയുടെ പണ്ഡിത സമ്മേളനം, അതും 25,000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം. അതിന്റെ ഉദ്ഘാടകനായി എത്തുന്നത് തന്നെ ആരാണ്? അഹമ്മദ് അൽ ഖുമൈസി. ആരാണ് അദ്ദേഹം? പക്കാ ഷിയ. അതിന് തെളിവായി പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു ആണ് എന്നാണ്. നേരത്തെ റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞ എന്താണ്? അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കൽ അത് ഇബാദത്താണ് എന്ന്. അതേ കാര്യം ആര് പറയും നമ്മൾ കണ്ടു? ഷിയ നേതാവ് പറയും നമ്മൾ കണ്ടു. കണക്ഷൻ എങ്ങനെയുണ്ട്? മനസ്സിലായല്ലോ. ഇങ്ങനെ ഈ രീതിയിൽ ഇവരുമായി നല്ല ബന്ധമാണ് ഇവർക്ക്. അതിന് നല്ല ഫണ്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് മറ്റൊരു മുസ്ലിയാർ പറഞ്ഞത്. നമ്മൾ നേരത്തെ കേട്ടു. മനസ്സിലായല്ലോ. ഇതിനൊക്കെ അവരുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അവർ ഷിയാക്കളാണ് എന്ന അഡ്രസ്സിലല്ല ഇതിലൊക്കെ കൊണ്ടുവരുന്നത്. അതിലൊക്കെ കുറച്ച് പൊടിപ്പും തന്നലും ഒക്കെ കയറ്റി സമസ്തയുടെ ഒരു ആശയമായിക്കൊണ്ട്, സമസ്തയുടെ ഒരു കാര്യമായിക്കൊണ്ട് അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര കാര്യങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് മറ്റൊരു രംഗം കൂടി കാണാം. AP-ക്കാരെ പറയുന്നതും EK-ക്കാരെ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഒന്നും കൂടി നമുക്ക് ഏതായാലും കാണാം. ആര്? EK സമസ്തയിലെ ഷിയാ ബന്ധം പേരോട് സഖാഫി പറയുന്നത്. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട്ട് നിന്ന് കിട്ടിയ 2013 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടു കൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികൾ ആരും അങ്ങനെ ഒരാളെ പറഞ്ഞേച്ചിട്ടില്ല കേട്ടോ. ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്ക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിലത്ത് വെച്ചോളാം. നിലത്ത് വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ടതാണ്.
പിന്നെ ഇതിനാണ് നിലത്ത് വെക്കുന്നത്. നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളതും. സമസ്താലയം എന്ന് പറയുന്ന സംഗതി തന്നെ കൊണ്ടുവന്നതാണ് ഷിയായിസം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. APEK ആന ചേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടമാനം ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. എല്ലാ ഗ്രൂപ്പുകളോടും നമുക്ക് പറയാനുള്ളത് ഈ ഒരേ കാര്യം തന്നെ, നിങ്ങൾ അതിന്റെ ഷട്ടർ ഇടൂ. ആ സമസ്താലയം എന്ന് പറയുന്ന സംഗതി തന്നെ നിങ്ങൾ ഒഴിവാക്കൂ. കാരണം നിങ്ങൾ അത് രൂപീകരിച്ചത് പോലും എന്തിനു വേണ്ടിയാണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രധാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനും അത് അവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുവാനും വേണ്ടിയാണ് നിങ്ങളെ സമസ്ത എന്ന് പറയുന്ന ഈ സർക്കസ് കൂടാരം ഉണ്ടാക്കിയത്. എന്നിട്ട് പന്നിപ്പേർ പോലെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കലഹിക്കുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിലാണല്ലോ ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെയായി എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ തന്നെ അത് പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ തന്നെ പറയാറുണ്ട്. ശാഖാപരമായ ചില കാര്യങ്ങൾ, ഇല്ലെങ്കിലോ സംഘടനാപരമായ ചില കാര്യങ്ങൾ എന്നൊക്കെയാണ് നിങ്ങൾ തന്നെ പറയാറുള്ളത്. നിങ്ങളുടെ ഒക്കെ ആശയം ഒന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഛിന്ന ഭിന്നമായത് സമ്പത്തിന്റെ മുകളിൽ തന്നെയാണ്. ഷിയാക്കളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്ധമായി മുജാഹിദ് വിദ്വേഷം വെച്ച് പുലർത്തി ജീവിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ നേതാക്കന്മാരായ, നിങ്ങളുടെ ഉസ്താദുമാരായ, നിങ്ങൾ കൈപിടിച്ച് മുത്തുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പലതും കണ്ടത്. ഇനിയും നിരവധി ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്, നിരവധി ക്ലിപ്പുകൾ, ഒരുപാട് ക്ലിപ്പുകൾ. ഇതേപോലെ മുസ്ലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിയാക്കളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ, അവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേവലം ഇതൊരു രാഷ്ട്രീയ ചർച്ച പോലെ കാണേണ്ട ഒരു വിഷയമല്ല, ഗൗരവത്തോടെ നാം കാണേണ്ടതാണ്. പല ആളുകൾക്കും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, എന്നാലുമില്ല, നിങ്ങൾ അത് വിടണം. ആ സമസ്താലയത്തിൽ നിന്ന് വിടുക തന്നെ വേണം. അത് ഡേഞ്ചറാണ്. നിങ്ങളിപ്പോ കണ്ടില്ലേ, നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അവർക്ക് ഷിയാക്കളുമായി ബന്ധമുണ്ട്, ഇവർ ഷിയാക്കളുടെ സ്റ്റേജിൽ പോയിട്ടുണ്ട്, അവർ ഷിയാക്കളുമായി കണക്ഷൻ ഉള്ളവരാണ്, അവർ ഷിയാക്കളുടെ ആചാരങ്ങൾ ചെയ്യുന്നവരാണ്, അവർ ഷിയാക്കളുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നതാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുസ്ലിയാക്കന്മാർ പറയും നമ്മൾ കണ്ടല്ലോ. ഇതിനപ്പുറം എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ വക ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന കാര്യങ്ങളാണ്. എത്ര ക്ലിപ്പുകളാണ് നമ്മൾ കണ്ടത്? എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടത്? എന്തൊക്കെ ആചാരങ്ങളാണ് കണ്ടത്? എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ കണ്ടത്? ഇനിയും നിരവധി ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്, ഒരുപാട് ക്ലിപ്പുകളുണ്ട്. ഇതിന്റെ ലെങ്ത് കൂടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പലതും ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഷിയാക്കളുടെ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേ കാര്യങ്ങൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഈ പറയുന്ന ഷിയാ ബന്ധം, സമസ്തക്കാരുടെ ഈ ഷിയാ ബന്ധം, സമസ്താലയത്തിലേക്ക് ഷിയാക്കളുടെ സ്വാധീനം എങ്ങനെയെന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബഹുമാന്യനായ പണ്ഡിതൻ മാലിക് സലഫി വിശദീകരിക്കുന്ന ഒരു വിശദീകരണം, അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോകൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.